നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, നമുക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടി ചൊല്ലേണ്ട ഒരു ഒറ്റ വരി നാമത്തെക്കുറിച്ചാണ്. അപ്പോൾ ആ ഒരു നാമം എന്താണ് എന്ന് പറയുന്നതിന് മുൻപ്, ഇന്ന് സങ്കടഹര ചതുർത്ഥിയാണ്. ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത് സെപ്റ്റംബർ 10 അതായത് ഇന്ന് ബുധനാഴ്ച വൈകിട്ട് 3:37 അവസാനിക്കുന്നത് നാളെ സെപ്റ്റംബർ 11 ഉച്ചയ്ക്ക് 12:45 ചന്ദ്രോദയ സമയത്ത് ചതുർത്ഥി തിഥി ഉള്ള ദിവസമാണ് നമ്മൾ സങ്കടഹര ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ചതുർത്ഥി തിഥി ഇന്ന് വൈകിട്ട് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നാളെ ചന്ദ്രോദയ സമയത്ത് ചതുർത്ഥി തിഥിയില്ല, അതാണ് കണക്ക്. മാത്രമല്ല ഇന്ന് 4 മണി മുതൽ അശ്വതി നക്ഷത്രം തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 1:58 വരെ മാത്രമേ ഉള്ളൂ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശിവൻ കോവിലിലുള്ള ഗണപതി ഭഗവാനെ പോയി തൊഴുത് വഴിപാടുകൾ ചെയ്യേണ്ട ഒരു ദിവസമാണ്. അതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാൻ പാടില്ലാത്തവർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അറിയാവുന്നവർക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട സമയം ഇന്ന് സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുന്നേ ആയിട്ടോ വേണം പോകേണ്ടത്. ഇന്ന് സന്ധ്യയ്ക്ക് തന്നെ പോകുന്നത് വളരെ നല്ലതാണ്. ഞാനിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഭാദ്രപദ മാസത്തിലെ 15 ദിവസത്തെ ലക്ഷ്മി പൂജയിൽ ഇന്നലെ ചെയ്ത പൂജയാണ്. ഇന്നലെ എനിക്ക് ദേവിക്ക് സമർപ്പിക്കുന്നതിനായിട്ട് ചെമ്പകപ്പൂക്കൾ പിന്നെ കൊളുന്തൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേവിയുടെ ഫോട്ടോയ്ക്കും ഞാൻ കൊളുന്തും ചെമ്പകപ്പൂവും ഒക്കെ വെച്ചു. ദേവിയുടെ ആ കുഞ്ഞു വിഗ്രഹത്തിന്റെ 2 സൈഡിലും ചെമ്പകപ്പൂ വെച്ചു. എല്ലാ ദിവസവും താമരപ്പൂ ഇപ്പൊ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് താമരപ്പൂക്കൾ വെച്ചു. ഇന്നലെ മുല്ലപ്പൂക്കൾ കൊണ്ടും അതുപോലെ താമര ഇതളുകൾ കൊണ്ടുമാണ് അർച്ചന ചെയ്തത്. ഇന്നലെ തുത്രട്ടാതി നക്ഷത്രമായതുകൊണ്ട് തന്നെ ഗോപൂജയും ചെയ്തു. ഈ വിഗ്രഹത്തിനാണ് പൂജ ചെയ്തത്. പശുവിന് പഴം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതുവരെയും 15 ദിവസത്തെ ഈ ഭാദ്രപദ ലക്ഷ്മി പൂജ ചെയ്തിട്ടില്ലാത്തവർക്ക് ഈ വെള്ളിയാഴ്ച ഒരു ദിവസമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിനും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 14 ഞായറാഴ്ച അഷ്ടമി തിഥിയിൽ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 14 അഷ്ടമി തിഥിയിൽ ചെയ്യാമെന്ന്. ആരെങ്കിലും ആ ഒരു വീഡിയോ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് വീണ്ടും റിപ്പീറ്റായി പറയുന്നത്. ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് നമുക്ക് പണം മാത്രമല്ല സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഒരു പൂജയാണ്. അതുകൊണ്ടാണ് ചെയ്യാൻ പറയുന്നത്. ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 108 തവണ നാമമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ആ ഒരു ഒറ്റവരി മന്ത്രം ഏതാണ് എന്ന് നോക്കുന്നതിന് മുൻപ് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഉണർന്നു കഴിഞ്ഞ് നമ്മൾ 1 മിനിറ്റ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 12 നാമങ്ങൾ നമ്മുടെ സംരക്ഷണത്തിനും നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനും വേണ്ടി പറയേണ്ട ഒരു രീതിയെക്കുറിച്ച്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ നമുക്ക് ഉണർന്ന് പല്ല് തേച്ച് മുഖം കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയാം, അല്ലെങ്കിൽ കുളിച്ചിട്ട് വന്ന് പറഞ്ഞാലും മതി എന്ന്. അപ്പോൾ ഞാനിവിടെ കുളിച്ചിട്ട് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്, ഇപ്പോൾ പലരും പല സമയത്തായിരിക്കും കുളിക്കുന്നത്. രാവിലെ കുളിക്കുന്നവരുണ്ട്, വൈകുന്നേരം കുളിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയല്ല അതിന് മീൻ ചെയ്തത്. രാവിലെ ഉണർന്ന ഉടനെ തന്നെ കുളിച്ച് ഫ്രഷായി വന്ന് ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ കൊളുത്തുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ രാവിലെ ഉണർന്ന ഉടനെ തന്നെ നമ്മൾ കുളിച്ചു വരികയാണെങ്കിൽ കുളിച്ചു വന്നിട്ട് ചൊല്ലാം എന്നുള്ളതാണ്. ഏതൊരു സമയത്ത് കുളിച്ചിട്ട് വന്നിട്ടും ചൊല്ലാം എന്നല്ല, ഇത് രാവിലെ തന്നെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഉണർന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പല്ല് തേച്ചു മുഖം കഴുകിയിട്ടോ അല്ലെങ്കിൽ ഉടൻ തന്നെ കുളിച്ചിട്ടോ വന്ന് ചെയ്യേണ്ട കാര്യമാണ്. അതിനുശേഷം വേണം വിളക്ക് പോലും കൊളുത്തേണ്ടത്. വിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് ഇത് ചെയ്യണം. പലർക്കും കുളിച്ചിട്ട് ചെയ്യുന്നത് ഏത് ടൈം ആണെങ്കിലും ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു നാമം ഒരു ഒറ്റവരി നാമമാണ്. ഇത് നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് ആദ്യം പറയാം. അതിനുശേഷം നാമം എന്താണ്, എത്ര തവണയാണ് നാമം ചൊല്ലേണ്ടത്, എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയാം. ആദ്യം തന്നെ നമുക്കിപ്പോൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചില പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും
കുറച്ച് പാര വെക്കുന്ന കൊളീഗ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു നാമം ചൊല്ലാം. രണ്ടാമത്, കൊച്ചുകുട്ടികൾക്ക് അസുഖമൊക്കെ വരുമ്പോൾ, പെട്ടെന്ന് ഒരു പനി വരുമ്പോൾ അമ്മമാർ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോകും. അങ്ങനെയൊക്കെയുള്ള സമയത്തും കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു നാമം ചൊല്ലിയിട്ട് മരുന്ന് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നല്ലൊരു റിലീഫ് കിട്ടും. ഇനി നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴാണെങ്കിലും പെട്ടെന്ന് നമുക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഈ ഒരു നാമം പെട്ടെന്നൊരു അതിനൊരു സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ ഒരു വഴി തുറന്നു കിട്ടുന്നതിന് വേണ്ടിയും ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും പെട്ടെന്ന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടി ആ ഒരു പ്രോബ്ലം നമുക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരും ഈ ഒരു നാമം ചൊല്ലുന്നത് വഴി. ഇപ്പൊ തല പോകുന്ന പ്രശ്നമാണെങ്കിൽ പോലും അതിന് നമുക്കൊരു വഴി തുറന്നു കിട്ടുമെന്നാണ്. അപ്പോൾ എന്താണ് നാമം എന്ന് നോക്കാം. നാമം ഇതാണ്: അഹം ബ്രഹ്മ രക്ഷ രക്ഷ മഹാമായി. അഹം ബ്രഹ്മ രക്ഷ രക്ഷ മഹാമായി. ഇതാണ് നാമം. ഒറ്റ വരി നാമമാണ്. ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ 7 തവണ ചൊല്ലിയാൽ മതി. വെറും 7 ടൈംസ് മാത്രം ചൊല്ലിയാൽ മതി. കൂടുതൽ ചൊല്ലേണ്ട ആവശ്യമില്ല. ഏതൊരു പ്രോബ്ലം ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ അതിൽ നിന്നും കിട്ടുന്നതിന് 7 തവണയാണ് ചൊല്ലേണ്ടത്. ഇത് ചൊല്ലുന്നതിന് മുൻപ് ഏത് ദൈവത്തിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു ഡൗട്ട് തോന്നാം. നമ്മുടെ ഇഷ്ട ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ ഇഷ്ട ദൈവം ആരാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കുന്നത്, ആരെ വേണമെങ്കിലും നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ഗണപതി ഭഗവാനെയോ മുരുകനെയോ ശിവനെയോ കൃഷ്ണനെയോ ദേവിയെയോ ആരെ വേണമെങ്കിലും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു നാമം ചൊല്ലേണ്ടത്. ഇത് ശിവനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ആകണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു നാമം 7 തവണ ചൊല്ലിയാൽ മതി. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഒരു പ്രോബ്ലം വരുമ്പോൾ വെറുതെ 7 തവണ ഇത് ചൊല്ലുകയല്ല. ആദ്യം നമ്മുടെ ഇഷ്ട ദൈവത്തിനോട് ഈ ഒരു പ്രോബ്ലം സോൾവ് ആകണം എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം 7 തവണ ഇത് ചൊല്ലേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോകുന്നവരോ അല്ലെങ്കിൽ പുറത്തൊക്കെ എപ്പോഴും പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു നാമം ചെറിയൊരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ പേഴ്സിൽ വെക്കുന്നതും വളരെ നല്ലതാണ്. കാരണം നമുക്കൊരു പെട്ടെന്നൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ മൊബൈൽ തുറന്ന് യൂട്യൂബ് തുറന്ന് ആ ഒരു നാമം ഏതാണ് എന്നൊക്കെ സെർച്ച് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ എടുത്ത് അതൊന്ന് എഴുതി പേഴ്സിൽ വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബാഗിൽ വെക്കാവുന്നതാണ്. നിങ്ങൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന വാലറ്റിൽ ഈ ഒരു ചെറിയ പീസ് പേപ്പർ വെച്ചിരുന്നാൽ ഇങ്ങനൊരു പ്രശ്നം നമുക്ക് എപ്പോൾ സംഭവിച്ചാലും, അപ്പോൾ ഏതൊരു പ്രോബ്ലം നമുക്കുണ്ടായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഷ്ടദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നാമം 7 തവണ ചൊല്ലാവുന്നതാണ്. ഇനി ഈ ഒരു നാമം ചൊല്ലുന്നതിന് എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു നാമം ചൊല്ലുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. അതായത് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു നാമം ചൊല്ലാം, പീരിയഡ്സ് ടൈം ആണെങ്കിലും ചൊല്ലാം, പുല വാലായ്മ ഉണ്ടെങ്കിലും ചൊല്ലാം. മാത്രമല്ല ഏതൊരു സമയത്തും ഇത് ചൊല്ലാം. കാരണം പ്രശ്നം വരുന്നതിന് സമയം നോക്കിയല്ലല്ലോ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് പീരിയഡ്സ് ടൈം ആണ് എന്ന് കരുതി നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകാറില്ല. അതുകൊണ്ട് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. നമുക്ക് എപ്പോഴാണോ നമുക്കൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ വേണ്ടത് ആ ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഇഷ്ടദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഈ നാമം ചൊല്ലാം. അതാണ് ഈ നാമത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി സോൾവ് ആവുകയോ ചെയ്യും. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു നാമമാണ്. പക്ഷെ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ വിശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് വിശ്വാസം ഇല്ലാതെ ചെയ്താൽ നമുക്കൊന്നും സാധിക്കില്ല. ഈശ്വരൻ നമ്മളെ ഈ പ്രോബ്ലത്തിൽ നിന്നും രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ നാമം ചൊല്ലുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് സോൾവായി കിട്ടും. അതായത് ആദ്യം നമ്മൾ നമ്മുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് പറയണം, ഭഗവാനെ എന്നെ രക്ഷിക്കണം, എനിക്ക് വേറെ ആരുമില്ല, ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് മറ്റു വഴികളൊന്നും ഇല്ല,
ഞാൻ നിന്നെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, എന്നെ എങ്ങനെയും രക്ഷിക്കണം എന്ന്. അത് നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എന്താണ് അപ്പോൾ ഭഗവാനോട് പറയാൻ തോന്നുന്നത് ആ ഒരു പ്രോബ്ലവുമായി റിലേറ്റഡ് ആയിട്ട്, അങ്ങനെ നമുക്ക് പറയാം. ഭഗവാന്റെ ആ ഒരു പാദത്തിൽ നമ്മൾ ശരണാഗതി അടഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത് എന്ന് മാത്രം. കാരണം പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാത്ത ടെൻഷനിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈശ്വരനല്ലാതെ മറ്റാരും തന്നെ സഹായത്തിന് വരാനുള്ള ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ നമുക്ക് ആരെങ്കിലും അയക്കും സഹായം നൽകാനായിട്ട്. പല പല പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സെപ്പോഴും ടെൻഷനിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ഒരു നാമം ചൊല്ലാവുന്നതാണ്. അവരുടെ ആ മനസ്സിന്റെ ആ ഒരു ടെൻഷൻ മാറിക്കിട്ടും. അതായത് ഒരു പ്രത്യേക കാരണം കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ടെൻഷനിലിരിക്കുന്നത്. ആ ഒരു പ്രോബ്ലം അവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആർക്കും എപ്പോഴും എവിടെ വെച്ചും ചൊല്ലാൻ സാധിക്കുന്ന ഒരു നാമമാണ്. വീണ്ടും പറയുന്നു, തല പോകുന്ന പ്രശ്നമാണെങ്കിൽ പോലും ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ ഇൻസ്റ്റന്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടുന്ന ഒരു നാമമാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.